ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം എൻ്റെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്, എൻ്റെ സ്വന്തം വീട്ടിലാണ്. അപ്പോൾ ഞാനും അമ്മയും സാക്കും കൂടി ഒരു സ്ഥലത്തേക്ക് പോകാൻ പോവാണ്. അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ജിനുവിൻ്റെ ബർത്ത്ഡേ ആണ് ഈ വരുന്ന സെപ്റ്റംബർ 5-ാം തീയതി. അപ്പോൾ ജിനുവിനൊരു ഗിഫ്റ്റ് വാങ്ങിക്കണം, ഒരു സർപ്രൈസ് ഗിഫ്റ്റാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. വേറെ ഗിഫ്റ്റ് ഐറ്റംസ് ഒന്നും അല്ല, ഒരു ഷർട്ട് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജിനുവിൻ്റെ ബർത്ത്ഡേ സ്വന്തം കാര്യങ്ങളൊന്നും ആഘോഷിക്കുന്ന ഇഷ്ടമല്ല. ഇപ്പം എൻ്റെയും ഇസാക്കിൻ്റെയൊക്കെ ബർത്ത്ഡേക്ക് ആഘോഷിക്കും, വീട്ടിലുള്ള എല്ലാവരുടെയൊക്കെ പുള്ളിക്ക് ആഘോഷിക്കണം, ഗിഫ്റ്റ് വാങ്ങിക്കണം അങ്ങനെയൊക്കെ പറയും, ഡ്രസ്സൊക്കെ എടുത്തു തരും. പക്ഷേ ജിനു പറഞ്ഞിട്ടുണ്ട് എടി എൻ്റെ ബർത്ത്ഡേ അങ്ങ് ആഘോഷിക്കുന്നു. അപ്പോൾ ബർത്ത്ഡേക്ക് കുറേ നാൾക്ക് മുമ്പ് തന്നെ എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു ജിനു ബർത്ത്ഡേ അല്ലേ, നമുക്ക് ആഘോഷിക്കട്ടെ, സെലിബ്രേറ്റ് ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞു എടി എൻ്റെ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കരുത് കേട്ടെ, നീ സ്റ്റാറ്റസ് വെക്കൊന്നും എടിയൊന്നും വേണ്ട, എനിക്ക് അതൊക്കെ ഭയങ്കര ചമ്മലാണ്, അങ്ങനെയൊക്കെയുള്ള മൈൻഡാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണല്ലേ, അപ്പോൾ അങ്ങനെ ആണെങ്കിൽ സർപ്രൈസ് ആയിട്ട് തന്നെ മേടിച്ചു കൊടുക്കാം. ഞാൻ സാധാരണ എല്ലാ ബർത്ത്ഡേക്കും സർപ്രൈസ് ആയിട്ടൊക്കെ ഷർട്ട് എടുത്ത് കൊടുക്കുന്നതാണ് ചെയ്യുന്നത്, അല്ലാതെ ഡയറക്റ്റ് നമുക്ക് ബർത്ത്ഡേ അല്ലേ കേക്ക് കട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞാലൊന്നും പുള്ളി അതൊന്നും സമ്മതിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കടയിൽ പോയി ആളറിയാതെ അപ്പോൾ ആളറിയാതെ പോയി ഇതൊക്കെ വാങ്ങിക്കണമെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്നാൽ ഇതൊക്കെ നടക്കുള്ളൂ. ഞങ്ങളുടെ വീട്ടിൽ നിന്നുകൊണ്ട് ഇതൊന്നും സർപ്രൈസ് നടത്താൻ ഒക്കത്തില്ല. എന്താണെന്ന് വെച്ചാൽ എന്ത് ചെയ്യുവാ, ഇസാക്ക് ഇവിടെ കളിയിലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു കാര്യം ചെയ്യാം, എൻ്റെ വീട്ടിൽ നിന്നാൽ ഇതൊക്കെ നടക്കുള്ളൂ സർപ്രൈസ് ആയിട്ട് പോകണമെങ്കിൽ. കാര്യം വീട്ടിൽ അമ്മയോട് പറഞ്ഞാൽ പോലും അമ്മ ഇതൊന്നും മനസ്സിലിരിക്കത്തില്ല, ചിലപ്പോൾ ജിനുവിനോട് തന്നെ പറഞ്ഞു തിരിക്കും, അല്ലെങ്കിൽ അമ്മച്ചിയുടെ ചില ഭാവങ്ങളിൽ നിന്നൊക്കെ ചിലപ്പോൾ വല്ലതൊക്കെ മനസ്സിലായാലോ എന്നൊക്കെ ഓർത്തിട്ട് ഞാൻ വിചാരിച്ചു ഇത് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ പോകാനായിട്ട് ഇറക്കുവാണ്. അപ്പോൾ സർപ്രൈസ് ആയിട്ടാണ് ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ടാറ്റാ, ഞങ്ങൾ പോയി പർച്ചേസ് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇറങ്ങുവാണ്. അപ്പോൾ ടാറ്റ കൊടുത്തേ, ടാറ്റാ ബൈ ബൈ, ടാറ്റാ ബൈ ബൈ. അപ്പോൾ അമ്മയ്ക്ക് ഒന്ന് ബാങ്കിൽ കയറണമായിരുന്നു. ബാങ്കല്ല, സൊസൈറ്റിയാണ്. സൊസൈറ്റിയിൽ ഇപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് നേരെ ഇങ്ങോട്ടാണ് വന്നത്. അപ്പോൾ അവരെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിരിക്കുമായിരുന്നു. അപ്പോൾ കട്ട പോസ്റ്റായിട്ട് അവിടെ പിന്നെ ഒരു ഫുഡ് കഴിച്ച് വന്നു. പിന്നെ ലൈറ്റായിട്ടാണ് പിന്നെ ഷോപ്പിലേക്ക് പോയത്. അപ്പോൾ ജിനു നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുവാണ്. ഞാനിവിടെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞു ഡ്യൂട്ടി കഴിഞ്ഞാൽ ഇപ്പോൾ ഇറങ്ങുമെന്ന് പറഞ്ഞു. അപ്പോൾ അറിഞ്ഞിട്ടില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഷർട്ടുണ്ട്. ഞാൻ ഗിഫ്റ്റ് പേപ്പർ ഇട്ടൊന്നും പൊതിഞ്ഞൊന്നും ഇല്ല കേട്ടോ, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കവറിനകത്ത് തന്നെ വെച്ചേക്കുവാണ്. സാക്ക് ഇവിടെ കളിയാണ്, പാൽവിടുന്ന് വരുന്നുണ്ട്, വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. സാക്ക് നോക്കി നിൽക്കുവാണ്, ഞാനും നോക്കി നിൽക്കുക. പക്ഷെ ആൾ വരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ഇസാക്കു ആ വേസ്റ്റൊക്കെ പെറുക്കുവാണോ ഇസാക്ക്? മാറ്, ഇങ്ങോട്ട് വാ. ഇവിടെ വന്ന് നിക്കി. അതെ, അപ്പൊ ആള് ഹോൺ അടിച്ചോണ്ട് വരുന്നുണ്ട്. ആള് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു. ഇസാക്ക് മാറ്. ഹാപ്പി ബർത്ത്ഡേ.
മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ആലപ്പുഴയിലാണുള്ളത്. നമ്മൾ ഓണത്തിന് പർച്ചേസ് ആയിട്ട് വന്നതാണ്, ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഞങ്ങൾ ഉച്ചയ്ക്കാണ് കേട്ടോ ഇറങ്ങിയത്. ഒരു മണി കറക്റ്റ് ഇപ്പോൾ 1 മണിയാവുന്നു. അപ്പോൾ ഞങ്ങൾ ഓർഡർ ഫുഡ് കഴിച്ചിട്ട് പർച്ചേസ് ചെയ്യാൻ പോകുന്നതായിരിക്കും നല്ലതെന്ന് ഓർത്ത്. അപ്പോൾ ഈ സാക്കൊക്കെ ഉള്ള നല്ല ഫുഡ് കഴിച്ചിട്ട് പോകാൻ ഓർത്തു. അപ്പോൾ ഇന്ന് ജിനുവിൻ്റെ ബർത്ത്ഡേ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. വല്ലപ്പോഴും കൂടിയൊക്കെ ഒന്ന് ഒരു ചിക്കൻ ബിരിയാണി അടിക്കാമെന്ന് വിചാരിച്ചു. ഹലോ ജിനു, ഹായ് ഹായ് പറ. അപ്പോൾ ജിനു ഇട്ടിരിക്കുന്ന ഡ്രസ്സാണ് ഞാൻ ഗിഫ്റ്റ് ചെയ്തതാട്ടോ. അതാ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഷർട്ട് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഇഷ്ടം കൊള്ളാമല്ലേ? ഓക്കെ, നല്ല പച്ച കളറാട്ടോ. ഞാൻ കടയിൽ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ജിനുവിനൊരു പച്ച കളറ് ഷർട്ടാണ് വേണ്ടതെന്ന് പറഞ്ഞായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, ഷർട്ട് കൊള്ളാമെങ്കിൽ. എന്താ ഫുഡ് ഓർഡർ കൊടുത്താൽ എന്തുവാ? ബർത്ത്ഡേ ആയതുകൊണ്ട് ജിനുവിൻ്റെ ചിലവ് ചിക്കൻ ബിരിയാണി. ഹലോ ഗായ്സ്, ഇത് ചിക്കൻ പീസ് നമുക്ക് എക്സ്ട്രാ വെക്കുന്ന കേട്ടോ. ഒരു ഫ്രൈഡ് ചിക്കന് നമുക്ക് ഒരു പീസ് എക്സ്ട്രാ വെക്കുന്നതാണ്. ആക്ച്വലി ഈ നമ്മുടെ ബിരിയാണിയുടെ ഉള്ളിൽ നമുക്ക് അതിൻ്റെ പീസ് ഉണ്ട് കേട്ടോ. അതേ ഞാൻ ഓർത്തു ഇതിൻ്റെ കൂടെ ബിരിയാണിയുടെ കൂടെയുള്ള ചിക്കൻ ആയിരിക്കും ഇതെന്നാണ് ഞാൻ ഓർത്തത്. പക്ഷേ ഇതിന് എക്സ്ട്രാ നമുക്ക് ചിക്കൻ ഉണ്ട്. നമുക്ക് ഫ്രൈഡ് ചിക്കൻ എക്സ്ട്രാ വെച്ച് തരുന്നതാണ് കേട്ടോ. അതെന്തായാലും കൊള്ളാം അല്ലേ ജിനു? അല്ലേ? ജിനു സൂപ്പർ ബിരിയാണിയെന്ന് പറഞ്ഞ് വെച്ചടിക്കുവാണ്. നമ്മുടെ ചിക്കൻ ബിരിയാണി എനിക്കൊരു ലെഗ് പീസ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ സാലഡൊക്കെ കിട്ടും, നല്ല സൂപ്പർ സാലഡ്. പിന്നെ അച്ചാറുണ്ടോ, ഒരു ടിന്നിൽ അച്ചാറിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഹോട്ടലിൽ ഹലായി അല്ലേ? ഹോട്ടൽ ഹലായി സ്ഥലം എനിക്കറിയില്ല കേട്ടോ. നമ്മുടെ ജയിലിൻ്റെ അടുത്തല്ലേ? ജയിലിൻ്റെ അടുത്താണ്. അപ്പോൾ ഞങ്ങൾ സെറ്റാണ്. കഴിച്ചിട്ട് ഇനി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓണത്തിനുള്ള ഡ്രസ്സൊക്കെ ഞങ്ങൾ പർച്ചേസ് ചെയ്ത് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. താങ്ക്